അസ്സലാമലൈക്കും, നമസ്കാരം. ഒരു വീട് എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമല്ലേ? ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് പെരുന്തിരുത്തിയിലുള്ള നിയാസ് മുബഷിറ ദമ്പതികളുടെ ഒരു കുഞ്ഞു സ്വർഗ്ഗമാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ, അതിനേക്കാൾ ഉപരി ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഈ വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിനാണ് കേട്ടോ വരുന്നത്. ഇവിടെ പെയിന്റിങ് മൊത്തത്തിൽ കഴിയാത്തതുകൊണ്ട് തന്നെ ആ ഒരു ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ ഒരു പ്ലെയിൻ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അവിടെ കുറച്ച് പെയിന്റിങ്ങോ അല്ലെങ്കിൽ ഷോവാളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ക്ലാഡിംഗ് സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ലുക്ക് കിടിലം തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഭാഗത്ത് ഒരു ഗാർഡൻ സ്പേസ് വരുന്നുണ്ട്. അവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചാൽ അതും അടിപൊളിയായിരിക്കൂലേ. കൂടാതെ മൊത്തത്തിൽ കൊടുത്ത ആ ഒരു ഷോ ലൈറ്റ്സ് ഒക്കെ കൊണ്ട് തന്നെ നൈറ്റിലെ വ്യൂവും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ എങ്ങനെയാ പുറമേ നിന്ന് നോക്കുമ്പോ നമ്മൾ ഈ വീട് അടിപൊളിയല്ലേ? അപ്പൊ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു സ്റ്റെപ്പ് വരുന്നുണ്ട്. അതിലൊക്കെ ബേസിലായിട്ട് മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നടുക്കായിട്ട് തന്നെ ഒരു കുഞ്ഞു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. അതിനിടക്കൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ടൈലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. 314-170 സൈസിൽ അത്യാവശ്യം സൗകര്യത്തിന് സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ ഇത്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതേ മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതാ ഒരു വശത്തായിട്ട് 2 ഫൈബറിന്റെ ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെയർ ഇരിക്കുന്ന ഭാഗത്തെ ബാക്ക് വാളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഡബിൾ ഡോർ വരുന്ന വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തില് വളരെ ഒതുങ്ങിയ രീതിയിലാണ് കേട്ടോ ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എൽ ഷേപ്പിൽ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ബേസിലായിട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നടുക്കായിട്ട് ഇതാ ഇതുപോലൊരു പില്ലർ വരുന്നുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ലാറ്ററൈറ്റ് ക്ലാഡിംഗ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 7.5 സെന്റ് പ്ലോട്ടിലാണ് കേട്ടോ നമ്മുടെ ഈ വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യത്തിന് മുറ്റൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് തന്നെ വരുമ്പോൾ സിറ്റ് ഔട്ടിന്റെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ ഇതാ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും വരുന്നുണ്ട്. വളരെ ഒതുങ്ങിയ രീതിയിൽ എന്നാ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഹോള് വരുന്നത് 314-452 സൈസിലാണ് കേട്ടാ. ഈ ഹോളിൽ നോക്കുകയാണെങ്കിൽ ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ എന്നുള്ള പാർട്ടീഷൻ ഒന്നുമില്ല. മെയിൻ ആയിട്ട് ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ടും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ഗ്ലാസിന്റെ ടേബിൾ ആണ് കേട്ടോ വരുന്നത്. ചെയർ വന്നിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട പോലെ തന്നെ 6 ചെയേഴ്സ് ആണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ടേബിളിന്റെ നേരെ ആ ബാക്കിൽ വരുന്ന വോളിൽ നോക്കിയാൽ 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ മറുവശത്തായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോയും വരുന്നുണ്ടല്ലോ. കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടാ. ഇനി നമ്മുടെ ഹോളിൽ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ ബോർഡിൽ ഇതാ ഇതുപോലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമ്മളിതേ വാഷ് ബേസിന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് വലുപ്പത്തിൽ വരുന്ന വൈറ്റ് കളറിൽ വരുന്ന വാഷ് ബേസിൻ ആണ് കേട്ടോ. താഴ്ഭാഗത്തായിട്ട് 2 കുഞ്ഞു കബോർഡ്സും വരുന്നുണ്ട്. ഇനി നമ്മൾ ഡൈനിങ് ഏരിയ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഹോളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാഷ് ബേസിന് വരുന്ന ആ ഒരു ഭാഗത്തെ വോളില്ലേ, അവിടെ ആയിട്ട് നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ കാണുന്ന തരത്തിൽ ഇതുപോലൊരു ഓപ്പൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഹോളിൽ ഈ കോർണറിലായിട്ടാണ് കേട്ടോ ഒരു സ്റ്റെയർ കേസ് വരുന്നത്. അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഹോളിലെ കോമൺ ബാത്റൂമും കൊടുത്തിട്ടുള്ളത്.
ബാത്റൂം വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഡോർ കണ്ടില്ലേ, അത് ഇവിടുത്തെ ഒരു ബെഡ്റൂം ആണ് കേട്ടോ. ഇനി നമ്മൾ ബാത്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് വരുന്നത്. ഷോവാളായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. മറ്റു രണ്ട് വശത്തായിട്ട് വൈറ്റ് കളറിലും വരുന്നുണ്ട്. 190-140 ആണ് കേട്ടോ ഈ ബാത്റൂമിന്റെ സൈസ്. ഇനി നമ്മുടെ സ്റ്റെയറിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു ഡോറില്ലേ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ബെഡ്റൂം. 333-300 സൈസിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. നമ്മുടെ ഈ റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ ഫാമിലി കോട്ടാണ് കേട്ടോ വരുന്നത്. റെഡിമെയ്ഡ് കോട്ടാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒക്കെയാണ് കേട്ടോ ഹെഡ് കോട്ടിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വാളായിട്ട് നോക്കിയാൽ ഇതേ 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇവിടെയും കർട്ടൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു വാളിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വന്നിട്ട് റെഡിമെയ്ഡ് അലമാരനെയാണ്. അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു അലമാരനാണ് കേട്ടോ ഇത്. ഇനി ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത്. 143-180 സൈസിൽ വരുന്ന ഈ ഒരു ബാത്റൂമിൽ ഇതേ ഷോവാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ. മറ്റു രണ്ട് വശത്തായിട്ടും വൈറ്റ് കളറിലാണ് ടൈല് വരുന്നത്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഇനി നമ്മൾ ഹാളിലെ ബാത്റൂമിന്റെ ആ ഭാഗത്ത് ഒരു ആദ്യത്തെ ബെഡ്റൂം കണ്ടില്ലേ, ആ റൂമിന്റെ കാര്യം ഞാൻ അവസാനം പറയാട്ടോ. ഇനി നമ്മൾ ഇതേ നേരെ കാണുന്ന ആ ഒരു ഡോർ വന്നിട്ട് ഇവിടുത്തെ കിച്ചൺ ആണേ. 286-352 സൈസിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ ഒതുക്കത്തിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ ഇത്. ഇവിടെ മെയിൻ ആയിട്ട് നോക്കിയാൽ എൽ ഷേപ്പിൽ ഒരു റാക്ക് വരുന്നുണ്ട്. ബേസിലായിട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ റാക്കിലായിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് ഗ്യാസ് സ്റ്റവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു 3 ഡോർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടൈല് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് വൈറ്റ് കളർ ടൈലാണ് കൊടുത്തതെങ്കിലും കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇനി ആ റാക്കിനോട് ചേർന്നത് ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ കിച്ചണിന് മുകളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ റാക്ക് കൊടുത്തിട്ടുണ്ട്. കബോർഡ്സ് ഒന്നും ചെയ്തിട്ടില്ല, എങ്കിലും വളരെ സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ഈ കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്ന ആ ഭാഗത്ത് ഈ ഒരു ഏരിയയിലായിട്ടാണ് ഇവിടെ സ്റ്റോർ റൂം ചെയ്തിട്ടുള്ളത്. ഡോറ് കൊടുത്തിട്ടില്ല. അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇതിവിടെ ചെയ്തിട്ടുള്ളത്. 143-110 ആണ് കേട്ടോ ഈ സ്റ്റോർ റൂമിന്റെ സൈസ് വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മൾ ഒരു റൂമിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഡോറ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു റൂമിനുള്ള സ്പേസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഒറ്റ മുറി വരുന്ന ഒരു വീടാണ്. 700 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ആ ഒരു റൂം ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്തെന്നാൽ ഏകദേശം 12 ലക്ഷം രൂപക്കാണ് കേട്ടോ 700 സ്ക്വയർ ഫീറ്റിൽ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചെറുതാണെങ്കിലും സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സാധാരണ മനുഷ്യനും ഒത്തിരി യൂസ്ഫുൾ ആവും ഈ വീഡിയോ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.